ഹായ്, ജെയ്സിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നമ്മൾ വിവാഹത്തിൻ്റെ മുമ്പ് നമ്മളൊരു പാർട്ട്ണറെ കുറിച്ചിട്ട്, അതായത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചിട്ടുള്ളൊരു സങ്കല്പം, ഒരു ഇമാജിനേഷൻ എന്താവും, എങ്ങനെയാവും എന്നുള്ളതും, അതിന് ശേഷം ഒരു ഭാര്യ ആയതിനു ശേഷം, ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു ഭാര്യയുടെ കാഴ്ചപ്പാട് എന്താണ് ഒരു പാർട്ട്ണറെ കുറിച്ച്, ഒരു ഭർത്താവിനെ കുറിച്ച് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. നമ്മൾ വിവാഹത്തിൻ്റെ മുമ്പ് നമ്മളെല്ലാവരും മനസ്സിലും ഒരു ഇമേജ് ഉണ്ടാവും അല്ലേ? എങ്ങനെയാണ് ഒരു ഭർത്താവ് എന്നുള്ളത് എല്ലാവരും മനസ്സിലും ഉണ്ടാവില്ല, ഒരു സ്വപ്നം ഉണ്ടാവില്ലേ? നമുക്ക് മിക്കവാറും ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം, നല്ല സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഒരാളാവണം എന്നുള്ളതാണ്. ആ ഭംഗിൻ്റെ കാര്യത്തിലും എല്ലാവരുടെ കാഴ്ചപ്പാടും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ചില ആൾക്കാർക്ക് നല്ല കട്ടി മീശ വേണം, ചില ആൾക്കാർക്ക് അത് വേണ്ട, ചില ആൾക്കാർക്ക് നല്ല കളറ് വേണം, അതൊക്കെ ഡിഫറെൻ്റാണ്. ഒക്കെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും നല്ലൊരു സാമ്പത്തികമായിട്ട് വേണം എന്നുള്ളതും, നല്ലൊരു ജോലി വേണം എന്നുള്ളതും, അങ്ങനത്തെ കുറച്ച് സങ്കല്പങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ടൂറ് പോകാനും അങ്ങനെ ഒക്കെ നമുക്ക് ആ ഒരു ഇമാജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിലാവും ഉണ്ടാവുക എന്നുള്ളതാണ്. കൂടുതലും നമുക്ക് ഈ ഒരു ഇമേജ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന്, ഫിലിമിൽ നിന്നായിട്ടും, പിന്നെ സീരിയലുകളായിട്ട്, അതല്ലെങ്കിൽ വേറെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നോ ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ വെച്ചിട്ടാണ് നമ്മൾ സങ്കല്പിച്ച് വരുന്നത്. അപ്പോൾ നമ്മളൊരു മനുഷ്യ ജന്മമാണായാലും പെണ്ണായാലും നമുക്ക് നമ്മളൊരു ഓപ്പോസിറ്റ് ആ ഒരു സെക്സിനോടുള്ള ഒരു താല്പര്യം കാര്യങ്ങളൊക്കെ അത് നമ്മളൊരു ജീനിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ആ ഒരു ചിന്തകളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മളെ കല്യാണത്തിൻ്റെ മുന്നൊരു ഉള്ളൊരു സങ്കല്പം. ഇപ്പം നിങ്ങൾക്കും ഉണ്ടാവും ഇങ്ങനെ പല ഇമാജിനേഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യുക. ഇനി കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു പിന്നെ നിങ്ങളെ സങ്കല്പത്തിലുള്ള ഭംഗിയുള്ളൊരു ഭർത്താവിന് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. സാമ്പത്തികമായിട്ട് നല്ല കപ്പാസിറ്റി ഉള്ളൊരു ഭർത്താവിന് നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ ഓക്കെ ആവും. ഇതൊക്കെ നിങ്ങൾ ആ ഒരു സങ്കല്പത്തിലുള്ള ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്നിട്ട് പോലും ജീവിതത്തിൽ പല ആൾക്കാർക്കും സമാധാനം എന്നൊരു സാധനം ഉണ്ടാവില്ല. ഇത് തിരിച്ചറിയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ചിന്തിച്ച് തുടങ്ങുക. നമ്മൾ കല്യാണത്തിന് മുന്നേ ചിന്തിച്ചതൊന്നുമല്ല ഒരു ഭർത്താവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടേണ്ടത്. സൗന്ദര്യവും സമ്പത്തും ഒന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആ മനസ്സമാധാനം അല്ലെങ്കിൽ സന്തോഷം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥ പാർട്ട്ണർക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്നറിയാം. അത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ചിന്തിച്ച് തുടങ്ങേണ്ട ഒരു കാര്യം കേട്ടോ. മുന്നുള്ള ആൾക്കാരല്ല, ശേഷമുള്ള ആൾക്കാർ ചിന്തിച്ച് തുടങ്ങുന്നത്. നമ്മളെ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു പാർട്ട്ണർ ആവണം എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളിനി എന്തൊക്കെ കുറ്റപ്പെടുത്തിക്കോട്ടെ, എന്തൊക്കെ പറഞ്ഞോട്ടെ, അതൊന്നും നമുക്കൊരു പ്രശ്നമായി തോന്നില്ല. നമ്മളെ പാർട്ട്ണർ, നമ്മളെ ഭർത്താവ് നമ്മളെ മനസ്സിലാക്കി നമ്മളെ കൂടെ നിൽക്കുന്ന, നമ്മളെ കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും നമുക്കൊരു വിഷയമാവില്ല എന്നുള്ളതാണ്. അപ്പോൾ കല്യാണത്തിന് ശേഷം എല്ലാവരും ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ളൊരു ഭർത്താവിനെയാണ്. ഇങ്ങനെ തന്നെയാണോ നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പം ഭർത്താക്കന്മാരുടെ അടുത്ത് പറയാനുള്ളതും ഏത് ഭാര്യമാരാണെന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നത് അതാണ്. പിന്നെ നമ്മളൊക്കെ അറിയാം, ഇപ്പോൾ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ, ഞാനിതാ ഇപ്പോൾ പോലും തൊട്ട് മുമ്പ് പോലും ഒരു കേസ് അറ്റൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ. നിക്കാഹ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഡിവോഴ്സ് വേണം, എനിക്ക് ഇവനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു പെൺകുട്ടീൻ്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു കാരണമാണ്. കല്യാണത്തിൻ്റെ മുന്നേ നമുക്കുള്ളൊരു ഇമാജിനേഷൻ ഉണ്ടല്ലോ, ഇതൊന്നുമല്ല ലൈഫിൽ വരുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പം എന്താ പറയുക, ഏത് പെണ്ണും ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് ഉണ്ടാവുക കല്യാണത്തിന് ശേഷം. അപ്പം ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകളടുത്തും പറയാനുള്ളതാണ്, നിങ്ങൾ നിങ്ങളെ ഭാര്യമാരൊന്ന് മനസ്സിലാക്കുക. ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നിക്കാഹ് ചെയ്ത്, മുസ്ലിം സമുദായത്തിലാണെങ്കിൽ നിക്കാഹ് ചെയ്യണം, മറ്റവരാണെങ്കിൽ താലി കെട്ടണം,
അപ്പോൾ ഏത് സമുദായത്തിലാണെന്നുണ്ടെങ്കിലും അത്രയും കാലം അവർ ജീവിച്ച് പോന്ന അവരെ ഉമ്മാനെയും ഉപ്പാനെയും ബാക്കിയുള്ള എല്ലാവരെയും വിട്ടിട്ട് ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ്. നിങ്ങളൊരാളെ വിശ്വസിച്ച് അവിടെ ഒരു പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്ത് നിങ്ങളതായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് പല സ്വപ്നങ്ങളോടും കൂടിയിട്ട് ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്? അവർക്ക് കുറേ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾ കുറേ സമ്പാദിച്ചുണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല. കുറേ സ്വത്തും മുതലും വാങ്ങിച്ച് അതിന് പോകുമ്പോൾ നിങ്ങളതായിട്ടുള്ള ടൈം നിങ്ങളെ ഭാര്യൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ എത്ര തന്നെ ബിസി ആണെങ്കിലും എത്ര തന്നെ ജോലി തിരക്കിലാണ് എന്നുണ്ടെങ്കിലും നിങ്ങളെ സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക. അവരെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനൊന്ന് കേൾക്കുക. കേട്ടിട്ട് അവർക്ക് സമാധാനത്തിന് നിങ്ങളുള്ളൂ, അവരാണ് നിങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ഒന്ന് ഒരു ആശ്വാസ വാക്ക് കൊടുക്കുക. കാരണം സ്ത്രീകളെ മനസ്സ് അത്രയും ലോലമായിട്ടുള്ള ഹൃദയമാണ്. നിങ്ങളിനിയിപ്പോൾ എത്ര തന്നെ അവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എത്ര തന്നെ അവരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പോലും നന്നായിട്ടൊന്ന് ചിരിച്ച് നല്ല മനസ്സോട് കൂടിയിട്ട് ഒന്ന് സ്നേഹത്തോട് കൂടിയിട്ട് കെട്ടിപ്പിടിച്ചാൽ അവിടെ അലിഞ്ഞില്ലാതായി തീരുന്നതേ ഉള്ളൂ ഒരു സ്ത്രീൻ്റെ മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കി ഓരോ ഭർത്താക്കന്മാരും പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാതെ ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റും. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കാമുകനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് മനസ്സറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ട് നമ്മൾ പാർട്ട്ണറാണ്, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യണം. നമ്മളെല്ലാ പ്രശ്നങ്ങളും അവരെ അറിയിക്കണം, അവരുടെ പ്രശ്നങ്ങൾ നമ്മളെയും അറിയിക്കണം. അത് കേൾക്കാൻ രണ്ടാളും സമയം കണ്ടെത്തണം എന്നുള്ളതാണ് പ്രധാന കാരണം. കേൾക്കാനുള്ള സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പെണ്ണും ഒരാണും ആരും വേറൊരു പാർട്ട്ണറെ തേടി പോകില്ല. ആ ഒരു വിവാഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും രസകരമായിട്ട് വേറൊരു റിലേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതെന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മളെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞത് ഭാര്യൻ്റെ കാര്യമാണ്, ഇതേ സൈഡ് ഭർത്താവിൻ്റെതും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് ഭാര്യൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് ഞാനിന്ന് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിമർശനങ്ങൾ കൊണ്ട് ഭർത്താക്കന്മാർക്കും മനസ്സുണ്ടെന്ന് പറഞ്ഞു വരണ്ട. ആ സൈഡ് ഞാൻ പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊരു വേറൊരു വീഡിയോയിൽ ഞാൻ ആ ഒരു സൈഡും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു.